സെറ്റ് കൊമേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റയറാണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസിനെയാണ് നമ്മൾ കൺവെൻഷൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 4 കൺവെൻഷൻസ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്. കൺവെൻഷൻ ഓൺ കൺസർവേറ്റിസം, കൺവെൻഷൻ ഓൺ കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓൺ ഫുള്ളി ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓൺ മെറ്റീരിയാലിറ്റി. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കൺവെൻഷനാണ് കൺവെൻഷൻ ഓൺ കൺസർവേറ്റിസം. ഈ ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ലോസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മൾ ഉടനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ എന്തെങ്കിലും പ്രോഫിറ്റാണ് വരാൻ പോകുന്നതെങ്കിൽ അത് നമ്മൾ ആ കറണ്ട് ഇയറിൽ അത് റെക്കോർഡ് ചെയ്യൂല. ഈ ഒരു കൺവെൻഷൻ, ഈ ഒരു ബിസിനസ് പ്രാക്ടീസിനെ പറയുന്നതാണ് കൺവെൻഷൻ ഓൺ കൺസർവേറ്റിസം. ഇതിനെ നമ്മൾ പ്രുഡൻസ് എന്നും പറയുന്നുണ്ട്. കൺവെൻഷൻ ഓൺ കൺസർവേറ്റിസം പ്രകാരം നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂ ആണോ അല്ലെങ്കിൽ വാല്യൂ ഓഫ് സ്റ്റോക്ക് ആണോ, ഏതാണോ ഏറ്റവും കുറവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ മാർക്കറ്റ് വാല്യൂ ആണോ അല്ലെങ്കിൽ വാല്യൂ ഓഫ് സ്റ്റോക്ക് ആണോ, ഏതാണോ ഏറ്റവും ചെറുത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഏത് കൺവെൻഷൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കൺവെൻഷൻ ഓൺ കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ്. നെക്സ്റ്റ് കൺവെൻഷനാണ് കൺവെൻഷൻ ഓൺ കൺസിസ്റ്റൻസി. നമ്മൾ ഒരേ അക്കൗണ്ടിങ് പ്രാക്ടീസ് ഒരു കൺസിസ്റ്റൻ്റ് പീരീഡിലേക്ക്, ഒരു ലോങ് പീരീഡിലേക്ക് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അതായത് വർഷാവർഷം നമ്മൾ അക്കൗണ്ടിങ് മെത്തേഡും ഡിപ്രീസിയേഷൻ മെത്തേഡൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിങ് പ്രാക്ടീസ് വളരെ ഡിഫിക്കൽട്ടാവും, കമ്പാരിസണൊക്കെ വളരെ ഡിഫിക്കൽട്ടാവും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ്, ഒരേ മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് കൺവെൻഷൻ ഓൺ കൺസിസ്റ്റൻസി. നെക്സ്റ്റ് വരുന്ന കൺവെൻഷനാണ് കൺവെൻഷൻ ഓൺ ഫുള്ളി ഡിസ്ക്ലോഷർ. ഈ ഒരു കൺവെൻഷൻ പ്രകാരം അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻസ് അതിൻ്റെ യൂസേഴ്സിന് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷൻ പറയുന്നത്. നെക്സ്റ്റ് കൺവെൻഷനാണ് കൺവെൻഷൻ ഓൺ മെറ്റീരിയാലിറ്റി. എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യണം, അക്കൗണ്ടിങ് പ്രാക്ടീസിൽ റെക്കോർഡ് ചെയ്യണം. നോൺ മെറ്റീരിയൽ ഫാക്റ്റ് എല്ലാം ഇഗ്നോർ ചെയ്യണം. ഈ നമ്മൾ മെറ്റീരിയൽ ഫാക്റ്റും നോൺ മെറ്റീരിയൽ ഫാക്റ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ്റെ നേച്ചറും അതിലടങ്ങിയിട്ടുള്ള എത്രത്തോളം എമൗണ്ട് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിഗണിച്ചാണ് നമ്മൾ മെറ്റീരിയൽ ഫാക്റ്റും നോൺ മെറ്റീരിയൽ ഫാക്റ്റെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഫാക്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, നോൺ മെറ്റീരിയൽ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ് കൺവെൻഷൻ ഓൺ മെറ്റീരിയാലിറ്റി. ഓക്കെ, അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാത്ത ഒരു പേപ്പർ പോലും ഉണ്ടാവാറില്ല. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ ഓൺ കൺസർവേറ്റിസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാൻ ശ്രമിക്കുക. ഓരോ അക്കൗണ്ടിങ് പ്രാക്ടീസസ് എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് കൺവെൻഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് സാധാരണയായി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസൊക്കെ കൂടുതലായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക.